കേരള ഹോട്ടൽ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. VS ഇനി ജ്വലിക്കുന്ന ഓർമ്മ. അവസാനമായി ഒന്ന് കാണാൻ ഒഴുകിയെത്തിയത് ജനസാഗരം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും CPM നേതാവുമായ VS അച്യുതാനന്ദന് കേരളം വിട നൽകി. ബുധനാഴ്ച രാത്രി 9:16 ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടന്നു. മകൻ അരുൺകുമാർ ചിതയ്ക്ക് തീ കൊളുത്തി. നേരത്തെ നിശ്ചയിച്ചതിൽ നിന്നും 5 മണിക്കൂർ വൈകിയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. അവസാനമായി VSനെ ഒരു നോക്ക് കാണാൻ ജനസാഗരമാണ് ആലപ്പുഴയിലേക്ക് ഒഴുകിയെത്തിയത്. VSൻ്റെ വീടായ വേലിക്കകത്ത് വീട്ടിലും CPM ആലപ്പുഴ DC ഓഫീസിലും ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലുമുള്ള പൊതുദർശനത്തിന് മുദ്രാവാക്യം വിളികളോടെ പ്രിയ നേതാവിനെ കാണാൻ ജനങ്ങളെത്തി. രാത്രി 8 മണിക്ക് ശേഷമാണ് VSൻ്റെ ഭൗതികദേഹം റിക്രിയേഷൻ ഗ്രൗണ്ടിൽ വലിയ ചുടുകാട്ടിലേക്ക് കൊണ്ടുപോയത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കേരള ഹോട്ടൽ ന്യൂസിൻ്റെ ചീഫ് എഡിറ്ററുമായ ശ്രീ G. ജയപാലിൻ്റെ വാക്കുകളിലേക്ക്. മുൻ മുഖ്യമന്ത്രി സഖാവ് അച്യുതാനന്ദൻ്റെ വേർപാട് കേരള സമൂഹത്തിന് വലിയൊരു തീരാ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വർണ്ണവിവേചനങ്ങൾക്കും ദുഷ്പ്രഭുക്കൾക്കും എതിരെ ശക്തമായി പോരാടിയ ധീരനായ ഒരു നേതാവ്, എന്നും തൊഴിലാളി വർഗത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള, അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഏതൊരു വികസന കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അഴിമതിയുടെ കറകുരളാത്ത ഏറ്റവും പ്രിയപ്പെട്ട സാധാരണക്കാരുടെ, തൊഴിലാളികളുടെ, വ്യാപാര മേഖലയുടെ എല്ലാവരുടെയും, കേരളത്തിലെ സമസ്ത മേഖലയിലെ എല്ലാ ജനങ്ങളുടെയും മനസ്സിലിടം പിടിച്ച ഒരു നേതാവായിരുന്നു സഖാവ് അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. തളിക്കുളത്ത് റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ ആക്രമിക്കുകയും പുതുക്കാട് ബാർ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ കൊലപ്പെടുത്തുകയും ചെയ്ത ക്രിമിനലുകളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ജീവനക്കാർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യുവാനുള്ള സാഹചര്യം ഒരുക്കാൻ പോലീസ് നടപടി സ്വീകരിക്കണമെന്നും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് അമ്പാടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച മീറ്റിംഗിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ബിജുലാൽ, ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, VR സുകുമാർ, GK പ്രകാശ്, NK അശോക് കുമാർ, സുന്ദർ നായർ, PS ബാബുരാജ്, VG ശശാദ്രി തുടങ്ങിയ പ്രമുഖർ പ്രസംഗിച്ചു. കോട്ടയത്ത് ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയ വാഹനം തോട്ടിൽ വീണു. കടുത്തുരുത്തി കുറുപ്പന്തറ കടവിൽ ബുധനാഴ്ച പകലായിരുന്നു സംഭവം. ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ സ്വദേശികളായ ജോസി ജോസഫ്, ഭാര്യ ഷീബ ജോസ് എന്നിവർ സഞ്ചരിച്ചിരുന്ന കാറാണ് തോട്ടിൽ വീണത്. ഗൂഗിൾ മാപ്പ് നോക്കി കുറുപ്പന്തറ ഭാഗത്തു നിന്ന് വന്ന വാഹനം വളവ് തിരിയുന്നതിനിടെ പകരം നേരെ കടവിലേക്ക് ഇറക്കുകയായിരുന്നു. കാറിൻ്റെ മുൻഭാഗം കുഴിയിൽ വീണതിനെ തുടർന്ന് നിർത്തിയതിനാൽ വാഹനം ഒഴുക്കിൽപ്പെട്ടില്ല. സമീപവാസികൾ ഓടിയെത്തി കാറിലുണ്ടായിരുന്നവരെ സുരക്ഷിതമായി പുറത്തിറക്കി. മലപ്പുറം ഐക്കരപ്പടിയിൽ കോൺക്രീറ്റ് ജോലി നടക്കുന്നതിനിടെ ബിൽഡിംഗ് തകർന്നു വീണു. സംഭവത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. കോൺക്രീറ്റ് പണി കാണാനെത്തിയ കുട്ടിക്കടക്കമാണ് പരിക്കേറ്റത്. പണി നടക്കുന്ന ബിൽഡിങ്ങിൻ്റെ സമീപത്തുള്ള വീട്ടിലെ 10 വയസ്സുള്ള ഷാമിലിനാണ് പരിക്കേറ്റത്. ബാക്കി 3 പേരും നിർമ്മാണ തൊഴിലാളികളാണ്. പാലക്കാട് ചെർപ്പളശ്ശേരിയിൽ സ്വകാര്യ ബസ്സിടിച്ച് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. ചെർപ്പളശ്ശേരി മങ്ങോട് കരിമ്പിൻചോലയിൽ വീട്ടിൽ രവിയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 5:50 പാലക്കാട് ചെർപ്പളശ്ശേരി സംസ്ഥാന പാതയിൽ അപകടമുണ്ടായത്. സഹോദരനോടൊപ്പം ബലിതർപ്പണത്തിന് പോകുന്നതിനിടെ സ്വകാര്യ ബസ്സിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സഹോദരൻ പ്രസാദ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മണ്ണാർക്കാടിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോവുകയായിരുന്ന സെൻറ്റ് സേവിയർ ബസ്സാണ് ബൈക്കിലിടിച്ചത്. പിന്നാലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വയനാട്ടിൽ നിന്നും വീണ്ടും കാട്ടാന ആക്രമണം. യുവാവിന് പരിക്കേറ്റു. പാൽവെളിച്ചം സ്വദേശി ജിജീഷിനാണ് പരിക്കേറ്റത്. കാട്ടിക്കുളം 2ാം ഗേറ്റിന് സമീപത്ത് വെച്ച് രാത്രി 8:30 ആനയെ ആക്രമിച്ചത്. മാനന്തവാടി KSEB ഓഫീസിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് ജിജീഷ്. ഇയാളെ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൈക്കും നട്ടലിനും പരിക്കേറ്റിട്ടുണ്ട്. കുണ്ടുങ്ങലിൽ ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ. പെട്രോളുമായി വന്ന ഭർത്താവ് നൌഷാദ് വീടിൻ്റെ വാതിൽ തുറക്കാതെ വന്നതോടെ മുറ്റത്തുണ്ടായിരുന്ന ഇരുചക്ര വാഹനത്തിന് തീയിട്ടു. നിരന്തരം തന്നെ ഉപദ്രവിക്കാറുണ്ടെന്നും ഭാര്യ ജാസ്മിൻ പോലീസിന് മൊഴി നൽകി. പ്രതി നൌഷാദിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇയാൾ ലഹരി ഉപയോഗിച്ചാണ് ഭാര്യയെ ക്രൂരത കാണിച്ചതെന്നും പരാതിയുണ്ട്. വ്യവസായി അനിൽ അംബാനിയുടെ ഓഫീസുകളിൽ ED റെയ്ഡ്.
യെസ് ബാങ്ക് ലോൺ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് ഇഡിയുടെ നടപടി. മുംബൈയിലും ഡൽഹിയിലുമായി 35 റെയ്ഡ് നടക്കുകയാണ്. 3000 കോടി രൂപ വഴിവിട്ട് ലോൺ അനുവദിച്ചതിലും പണം മറ്റു കമ്പനികളിലേക്ക് വകമാറ്റിയതുമാണ് കേസ്. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ ചരിത്രപരമായ ഒരു ചുവടുവെപ്പിൽ ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുടെയും സാന്നിധ്യത്തിൽ ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചു. ഈ വർഷം മെയ് മാസത്തിൽ ധാരണയായ വ്യാപാര കരാർ പ്രധാനമന്ത്രി മോദിയുടെ UK സന്ദർശന വേളയിൽ വ്യാഴാഴ്ച ഒപ്പുവെച്ചു. 2030 ആകുമ്പോഴേക്കും ഉഭയകക്ഷി വ്യാപാരം $120 ബില്യൺ ഉയർത്തുക, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിലവിലെ വ്യാപാര അളവ് ഫലപ്രദമായി ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കരാർ അന്തിമമാക്കിയത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.